അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദിനെ NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായതിനാൽ സവാദിനായി കലൂർ NIA കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. സവാദിനെ ആക്രമണത്തിനിരയായ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞിരുന്നു. കൃത്യത്തിന് ഉപയോഗിച്ച മഴവും കണ്ടെത്തേണ്ടതുണ്ട്. ജൂലൈ 4-ന് കൃത്യം നടത്തിയ ശേഷം പ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞിടങ്ങൾ, ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ, PFI ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച സഹായങ്ങൾ, ആയുധങ്ങൾ ഒളിപ്പിച്ച സ്ഥലം എന്നിവ കണ്ടെത്താൻ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കും. കൃത്യത്തിന് ഉപയോഗിച്ച മഴവുമായായിരുന്നു സവാദ് ഒളിവിൽ പോയത്. അയൽ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നോ എന്നും വിദേശത്തേക്ക് കടന്നിരുന്നോ എന്നും വ്യക്തമാകണം. ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങൾ തുടരന്വേഷണത്തിലും നിർണായകമാണ്. വെട്ടാൻ ഉപയോഗിച്ച മഴു കണ്ടെത്താനാകുന്നതും പ്രധാനമാണ്. ചോദ്യപേപ്പറിൽ പ്രവാചക നിന്നയുണ്ടെന്ന് ആരോപിച്ചാണ് PFI പ്രവർത്തകരായിരുന്ന മതഭീകര സംഘം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയത്. മറ്റു പ്രതികൾ വലിച്ചു പിടിച്ചുകൊടുത്ത കൈപ്പത്തി മഴുകൊണ്ട് വെട്ടിമാറ്റിയത് സവാദായിരുന്നു. കൃത്യം നടന്ന് 13.5 വർഷത്തിന് ശേഷമായിരുന്നു സവാദ് പിടിയിലായത്. ഇന്നലെ എറണാകുളം സബ് ജയിലിൽ നടന്ന തിരിച്ചറിയൽ പരേഡിൽ സവാദിനെ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞിരുന്നു. മകൻ മിഥുൻ, TJ ജോസഫിന്റെ സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരെയും തിരിച്ചറിയൽ പരേഡിന് എത്തിച്ചിരുന്നു. ജനം, കൊച്ചി.